എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം വെരിക്കോസ് വെയിൻ, ഗ്ലൂ, ലേസർ, സ്ക്ലീറോതെറാപ്പി ഒഴിവാക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കുറേ കാലം എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് കാണുക. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ തുടക്കത്തിൽ തന്നെ ഈ വെരിക്കോസ് വെയിൻ തുടങ്ങി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വെരിക്കോസ് വെയിൻ നമുക്ക് ഈ ഞരമ്പ് തടിച്ചു വരുന്നതിനെയാണല്ലോ നമുക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മിക്കവാറും ഈ സ്കിന്നിൻ്റെ അടിയിലെ രക്തക്കൊഴലുകൾ തടിച്ച് മടങ്ങി വരാൻ തുടങ്ങും. പിന്നെ ചെറിയ രക്തക്കൊഴലുകളാണെങ്കിൽ ആദ്യത്തെ തുടക്കത്തിൽ ചിലപ്പം ഈ സ്പൈഡർ വെയിൻ എന്ന് പറയും, അതൊരു ചെലന്തി വല പോലെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കാണുന്നത്, തിന്നായിട്ടുള്ളത്. അപ്പോൾ കൂടുതലും ഇത് നമ്മൾ ലേഡീസിലൊക്കെ പ്രഗ്നൻസി സമയത്തൊക്കെയാണ് കൂടുതലും വരുന്നത്. പിന്നെ അത് പോകാതെ കിടക്കും. അപ്പം പിന്നെ വെയിറ്റൊക്കെ നമ്മൾ എപ്പോഴും പ്രായം അനുസരിച്ച് വരുമ്പോഴേക്കും വെയിറ്റ് ഗെയിൻ വരികയും വയറ് വരികയും ചെയ്യുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പം തന്നെ നമുക്കറിയാം അതാണ്. പിന്നെ ചിലപ്പം അല്ലെങ്കിൽ കാല് കഴപ്പൊക്കെ, നമുക്ക് ഈ ഡാർക്ക് സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് കാലിന് എന്തെങ്കിലും കഴപ്പോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടപ്പം അത് നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാലിൻ്റെ മുട്ടിന് ചുറ്റുമായിട്ടും മുട്ടിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ തൈസിൽ അല്ലെങ്കിൽ ആംഗിളിൻ്റെ അവിടെ, അതൊരു മീഡിയൽ സൈഡായിട്ട്, ഈ ആംഗിളിൻ്റെ സൈഡിലായിട്ട് ഈ പാദത്തിൻ്റെ അങ്ങോട്ട് അവിടെയൊക്കെ ആയിരിക്കും എപ്പോഴും ആദ്യം നമ്മൾ കാണാൻ തുടങ്ങുക. പിന്നെ കൂടി വന്നു കഴിയുമ്പോഴേക്കും ഞരമ്പ് തടിച്ച് മടങ്ങി വരും. ചിലരൊക്കെ ഒത്തിരി ബിഗ്ഗായിട്ട് ബൾജ് ചെയ്ത് വരും, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കാണ്. പക്ഷെ അതേസമയത്ത് ഇത് കാലൊന്ന് കുറച്ച് നേരം പൊക്കി വയ്ക്കുക കഴിഞ്ഞാൽ അതെല്ലാം പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ബ്ലഡ് അവിടെ ഡ്രെയിൻ ചെയ്യാതെ അവിടെ കെട്ടിക്കിടക്കുമ്പോഴത് വരും. അപ്പോൾ നമ്മൾ കാല് പൊക്കി വെച്ച് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ അവനവന് തന്നെ ഡയഗ്നോസ് ചെയ്യാവുന്നേ ഉള്ളൂ ജനറലി. ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യം പറയുന്നൊരു കാര്യമാണ്, അത് സർക്കുലേഷൻ കുറവാകുന്നതുകൊണ്ടാണ് കാലിൻ്റെ അവിടെ നിന്ന് രക്തയോട്ടം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്നത് കുറയുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. ശരിക്കും ഈ പുറത്ത് കാണുന്ന വെയിൻസ് ആണല്ലോ നമ്മൾ കാണുന്നത്. ഉള്ളിലും ഇതുപോലെ തന്നെ ഈ പറയുന്ന വെരിക്കോസ് വെയിൻ്റെ രീതിയിൽ വണ്ണം വെച്ച് ഇങ്ങനെ ചുരുണ്ടും ഒക്കെ ഉള്ളിലും ഉണ്ടാവാം എന്ന് പറയുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിക്കും നമ്മുടെ കാലിലേക്കുള്ള സർക്കുലേഷൻ എന്ന് പറയുമ്പം ഒരു ഗ്രേറ്റ് സെഫിനസ് വെയിൻ എന്ന് പറയും, ഒരു വലിയ വെയിനാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് സൂപ്പർഫിഷ്യൽ സെഫിനസ് വെയിൻ. അതാണ് നമ്മൾ ഈ പുറമേ കാണുന്നതില്ല. ശരിക്കും അതിനകത്തൊരു 10% രക്തഓട്ടമേ ഉള്ളൂ ഈ പുറമേ കാണുന്ന രക്തക്കൊഴൽ വഴി. ശരിക്കും 90% നമ്മുടെ മസിനുള്ളിൽ കൂടെ പോരുന്ന രക്തക്കൊഴലുകളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടറിയിലേക്ക്, അതായത് ശുദ്ധരക്തം പമ്പ് ചെയ്യാനായിട്ട് ഹാർട്ടുണ്ട്. പക്ഷെ അശുദ്ധ രക്തം പമ്പ് ചെയ്യാൻ ആരുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ബ്രെയിനിൽ നിന്നുള്ളതൊക്കെയാണ്, മുകളിൽ നിന്നുള്ളതൊക്കെ നമ്മുടെ ഗ്രാവിറ്റി അനുസരിച്ച് പോകും. പക്ഷെ ഇത് കാലിൽ നിന്നുള്ളതെല്ലാം മുകളിലേക്ക് കയറി വരണ്ടേ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ മസിലാണ് അതിൻ്റെ ഒരു പമ്പ് പോലെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കാലിലെ ഒരു ഹാർട്ട് നമ്മൾ അങ്ങോട്ട് പമ്പ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ 2 കാലുകളാണ് മെയിൻലി പമ്പ് ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ മുട്ടിന് താഴെയുള്ള കാഫ് മസിൽസിലാണ് അതിൻ്റെ 65% അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വർക്ക് വരുന്നത്. അപ്പം അതുപോലെ തൈസ് മസിൽ, അതിനകത്ത് മസിലിൽ ശരിക്കും 90% ബ്ലഡും വലിയ രക്തക്കൊഴലുകളെല്ലാം ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ മസിൽ എപ്പോഴും നമുക്കറിയാലോ, മസിൽ കൺട്രാക്ട് ചെയ്യും വികസിക്കും, കൺട്രാക്ട് ചെയ്യും വികസിക്കുകയാണല്ലോ നമ്മൾ ഓരോ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ. അപ്പം ഈ വികസിക്കുന്ന സമയം നമ്മളുടെ ഈ തൊലിക്കടിയിലുള്ള നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മളെ ഈ സ്കിന്നിനടിയിലുള്ള ഒരു 10% രക്തക്കൊഴലുകളെ അല്ലെങ്കിൽ ബ്ലഡ് അതിനകത്ത് വരുന്നുള്ളൂ. ഇവർ അകത്തേക്ക് പോകും, അതിലൊരു പെർഫറേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഈ പുറമേയുള്ള രക്തക്കൊഴലുകളെയും ഉള്ളിൽ കൂടെയുള്ള രക്തക്കൊഴലുകളെയും കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് രക്തക്കൊഴലുകളുണ്ട്. അതിനാണ് പെർഫറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പെർഫറേറ്റ് ചെയ്ത് മസിലിനകത്തേക്ക് കയറുന്നത്.
അപ്പം ഈ നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഈ പുറമേ കൂടെ ഉള്ള നമ്മൾ ഈ പുറത്ത് കാണുന്ന രക്തക്കൊഴലുകളെല്ലാം ഉള്ളിലേക്ക് കയറും. അപ്പം അങ്ങനെ ഒരു മെക്കാനിസം ആയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഓവർ വെയിറ്റ് ബേസിക്കലി ഇതിനകത്ത് വരുന്ന പ്രഷർ കൂടുക, അതുപോലെ തന്നെ മസിലിൻ്റെ ഓൾ വീക്ക്നെസ് വരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ബേസിക്കലി ഈ സർക്കുലേഷൻ നമ്മുടെ കാലിൻ്റെ മസിലിൻ്റെ ആക്ടിവിറ്റിയാണ് ഈ പമ്പിങ് മുകളിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. ശരിക്കും ഈ മറ്റേ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കാണപ്പെട്ടാൽ പിന്നെ പറയുന്നത് അതിന് പ്രത്യേകിച്ച് മരുന്ന് ആയിട്ട് വേറെ ഒന്നുമില്ല, പിന്നെ കുറച്ച് പ്രൊസീഡിയേഴ്സാണ് പറയുന്നത്. ഈ പ്രൊസീഡിയേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൂ വെച്ച് പ്രൊസീഡിയർ, പിന്നെ അല്ലെങ്കിൽ ലേസർ വെച്ച്, അല്ലെങ്കിൽ സ്ക്ലീറോതെറാപ്പി വെച്ച് എന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രൊസീഡിയേഴ്സ് എല്ലാം ഈ വെയിനിനെ, ഈ വണ്ണം വെച്ച വെയിനിനെ ഇല്ലാതെ ആക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇല്ലാതെ ആക്കുന്നതാണെങ്കിൽ പോലും പിന്നീട് പറയുന്നു ഇതേ നമ്മളുടെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പുതിയതായിട്ട് വേറെ വെയിൻസ് വരികയും ആ വെയിൻസിന് ഇതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വരുന്നതായിട്ട് കാണപ്പെടുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ഇങ്ങനത്തെ പ്രൊസീഡിയേഴ്സ്, ഈ 3 ടൈപ്പ് പ്രൊസീഡിയേഴ്സ് പറയുകയാണെങ്കിൽ ആ ഓരോ പ്രൊസീഡിയറിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിവരിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ആദ്യം ഞാൻ വെരിക്കോസ് വെയിൻ എന്താണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ഈ രക്തക്കൊഴലുകളിൽ രക്തം മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രൈമറിലി വീനസ് പ്രഷർ കൂടുന്നതാണ്. അപ്പം നമ്മൾ ആർട്ടറിയുടെ പ്രഷർ കൂടുന്നതാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ. നമ്മൾ സിംപ്ലി പറയുമ്പോൾ നമ്മൾ പ്രഷർ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ആർട്ടറിയുടെ പ്രഷറാണ് നോക്കുന്നത്. ഇത് വീനസ് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ആ വീനസ് പ്രഷർ കൂടാൻ എന്താ കാരണം? സ്റ്റാഗ്നേഷനാണ്. അതായത് കാലിലെ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളിലെ പ്രഷർ കൂടുന്നു. അപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്നു, അതിന് മുകളിലോട്ട് കയറി പോകാൻ പറ്റാതെ വരുന്നു, അവിടെ പ്രഷർ കൂടുന്നു. അപ്പോൾ അതിൽ ആ നമ്മൾ ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ, ഇപ്പോൾ ഇതാണ് അതിന് സംഭവിക്കുന്നത്. അവിടെ പ്രഷർ കൂടുന്നു, മുകളിലോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് മോഡേൺ മെഡിസിനിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് അതിന് സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പുറമെ സ്കിന്നിനടിയിൽ കൂടെ ഉള്ള രക്തക്കൊഴലുകളെ ഒരു പല സ്ഥലങ്ങളിലായിട്ട് ഓരോ മുറിവെടുത്തിട്ട് അതിനകത്തോട്ട് വലിച്ചെടുത്ത് അതിനെ കംപ്ലീറ്റ് അങ്ങ് എടുത്ത് കളയും. അപ്പോൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെരിക്കോസ് വെയിൻ ഇല്ല. നമ്മൾ രക്തക്കൊഴലുകൾ മാറി പിന്നെ അവിടെ തടിച്ച് കിടക്കാനൊന്നുമില്ല. അപ്പം ബേസിക്കലി ഇതിനൊരു കോസ്മെറ്റിക് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ രക്തക്കൊഴലുകൾക്ക് നമ്മുടെ റോഡാണത്. താഴേന്ന് മുകളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ട് വരുന്ന നമ്മുടെ ശരിക്കും ടണൽ, നമുക്ക് റോഡുകളൊക്കെ ടണൽ പോലെ അതിനകത്തൂടെയാണ്, ഇതിൻ്റെ വഴിയാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പോൾ ആ വഴി മുഴുവൻ നമ്മൾ ഇല്ലെന്നാക്കി കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാനൊക്കെ MBBS പഠിക്കുന്ന ഒരു 40 years ബാക്കുള്ള കാലഘട്ടത്തിലാണത്. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞപ്പോഴാണ് ഗ്ലൂ അല്ല, ആദ്യം വരുന്നത് സ്ക്ലീറോതെറാപ്പിയാണ്. ഒരു കെമിക്കൽ പോലെ ഒരു സാധനം നമ്മുടെ ഈ ഇതായിട്ടുള്ള രക്തക്കൊഴലിനകത്ത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ആ രക്തക്കൊഴലുകളൊക്കെ അങ്ങ് ചുരുങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലേസർ വന്നു. പിന്നെ അൾട്രാസൗണ്ട് ലേസർ ഈ രക്തക്കൊഴലിനകത്തേക്ക് നമ്മൾ വെയിനിൽ കൂടെയൊക്കെ ഇതിന് കയറ്റുന്നത് പോലെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി അത് ലേസർ വെച്ച് അതിനെ അങ്ങ് ചുരുക്കിക്കളയും. അതുപോലെ സ്റ്റീം വെച്ച് ചുരുക്കുക, അൾട്രാസോണിക് വൈബ്രേഷൻ വെച്ച് ചുരുക്കുക, അങ്ങനെ പല രീതിയിലുള്ള ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്നത് ആ രക്തക്കൊഴലുകളെ ഇല്ലെന്നാക്കുക ചെയ്യുന്നത്, ഇല്ലാതാക്കാനായിട്ട് ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു ചോദ്യം നൽകുന്നത് എന്താണ്, അപ്പം നമുക്ക് എങ്ങനെ ഈ ബ്ലഡ് മുകളിലേക്ക് പോകും? പമ്പിങ് ആണല്ലോ ഇത് വരുന്നത്. പിന്നെ ഈ പുറമേ കാണുന്ന രക്തക്കൊഴലുകളിൽ 10% ഉള്ളെന്ന് ഓർക്കണം, ബാക്കി 90% പോകുന്നത് ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ അതിന് ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഈ പുറമേ അതിനെത്ര ഉണ്ടെന്നുള്ളതും കൂടെയാണ് നമ്മൾ അറിയേണ്ടത്. ഡെഫിനറ്റ്ലി ഉള്ളിലേക്കുള്ള ഈ പെർഫോറേറ്റേഴ്സിന് ഡാമേജ് വന്നു കഴിയുമ്പോഴേ സൂപ്പർഫിഷ്യൽ വെസൽസിന് ഇങ്ങനെ അതിനകത്ത് കെട്ടി നിൽക്കാൻ തുടങ്ങുള്ളൂ.
അപ്പോൾ ഈ കെട്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ വാൽവുകൾക്ക് ഡാമേജ് വരുമ്പോൾ അതറിയാനാണ് നമ്മൾ അൾട്രാസൗണ്ട് ഡോപ്ലർ സ്റ്റഡീസ് എന്ന് പറയും. അപ്പോൾ ആ ഡോപ്ലർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പെർഫറേറ്റേഴ്സിന് ഡാമേജ് വന്നിട്ടുണ്ടോ, ഉള്ളിലെ രക്തക്കൊഴലുകൾക്ക് എത്രയാണ് ഡാമേജ്. പുറത്തേത് നമുക്ക് തടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ അറിയാം, പക്ഷെ ഉള്ളിലേത് എത്ര വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ നമ്മൾ ഈ ചെയ്യുന്ന ഓപ്പറേഷനോ ഗ്ലൂവോ സ്ലീറോതെറാപ്പി, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത്. ഗ്ലൂ നമ്മൾ അതുപോലെ തന്നെ ഒരു കെമിക്കൽ നമ്മുടെ രക്തക്കൊഴലിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാണ് സൂപ്പർഫിഷ്യൽ സഫിനസ് തന്നെ. അപ്പം അതോടുകൂടി അതങ്ങ് ചുരുങ്ങിപ്പോവും. പക്ഷെ പ്രോബ്ലം വീണ്ടും ഇതാണ്, നമ്മൾ ഇതിലെ ബ്ലഡ് കയറി വരും. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പലരും ഒരു കോസ്മെറ്റിക് ഇഫക്റ്റ് മാത്രമാണ് അതിന് കിട്ടുന്നത്. ആക്ച്വലി ഒരു ആരോഗ്യത്തിന് അത് ബെനിഫിറ്റ് അല്ല, ശരിക്കും ദോഷമാണ് ചെയ്യുന്നത് ലോങ് ടൈമിൽ നോക്കിക്കഴിയുമ്പോൾ. അപ്പോഴത്തേക്ക് കാണാനൊക്കെ സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബ്ലഡ് കെട്ടിക്കിടക്കുക, അത് കഴിയുമ്പോൾ അത് അൾസറായിട്ട് വരും. പിന്നെ ബ്ലഡിന് പുറത്തേക്ക് വരാൻ എവിടെന്നേലും ഇതിന് പുറത്തേക്ക് വന്നല്ലേ ഉള്ളൂ. കാരണം ഉള്ളിലെ രക്തക്കൊഴലുകളിലൊക്കെ കെട്ടി നിൽക്കുമ്പോഴാണ് ഈ ഡാമേജ് വന്ന രക്തക്കൊഴലുകൾ അല്ലെ പുതിയ രക്തക്കൊഴലുകൾ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അവർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്തൂടെയാണ് ഈ പൊട്ടി പുറത്തേക്ക് വരാൻ. അപ്പോൾ ഈ ഓപ്പറേഷൻസും ഇതുമൊക്കെ കഴിഞ്ഞവർക്കാണ് എപ്പോഴും കോംപ്ലിക്കേഷൻസും ബ്ലീഡിങ്ങിനും അൾസറിനും നോൺ ഹീലിംഗ് അൾസറിനും എല്ലാം സാധ്യത കൂടുന്നത് ഈ ഓപ്പറേഷൻസും നമ്മൾ ഇങ്ങനത്തെ ഇൻ്റർവെൻഷൻസ് പ്രൊസീജിയേഴ്സ് ചെയ്തവർക്ക് കൂടുതലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ്ലി കാണുന്നത്. കാലൊക്കെ കറുത്ത് വരാൻ തുടങ്ങും, അങ്ങനെ അൾസറായി മാറും. ചിലരുടെയൊക്കെ വളരെ ഇങ്ങനെ പ്രത്യേകിച്ച് ചെയ്തു പോയവർക്കാണ് ഒത്തിരി പല പ്രാവശ്യം സ്ട്രിപ്പിങ്ങും സ്ലീറോതെറാപ്പി കഴിഞ്ഞവരുടെ നമുക്ക് പിന്നെ ഒന്ന് കറക്ഷൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒന്നും ചെയ്യാത്തവർ ട്രീറ്റ് ചെയ്ത് നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ എടുത്തു കളയുകയും ഈ ഡാമേജും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കെമിക്കലി ഒക്കെ ഡാമേജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടാകും. അതാണ് നമ്മളെല്ലാവരും ഓർക്കണം. വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസണേ അല്ല ആ രക്തക്കൊഴലിനെ തന്നെ എടുക്കുന്നത്. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമുള്ള പലർക്കും അവരുടെ ചർമ്മത്തിനും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യം പോവും, അത് വീണ്ടും പൊട്ടും, പിന്നെ അൾസർ വരും, അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പം പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും ഈ രക്തോട്ടം കുറഞ്ഞിട്ടാണ്. പ്രത്യേകിച്ചും ഈ ചർമ്മത്തിൻ്റെ അടിയിലത്തെ രക്തോട്ടം കുറഞ്ഞിട്ടാണ്, ഉള്ളിലത്തെ മാത്രമല്ല അടിയിലത്തെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചർമ്മത്തിൻ്റെ തൊട്ടടിയിൽ കിടക്കുന്ന ഈ രക്തക്കുഴലുകളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ മാറ്റുകയോ ചെയ്താൽ അതുകൊണ്ടും ഈ പറയുന്ന ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കൂലേ? യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഈ രക്തക്കൊഴലുകൾ പോകുന്നത് ഈ വെയിൻ പോകുന്ന വെയിൻ മാത്രമായിട്ടല്ല പോകുന്നത്. വെയിൻ്റെ കൂടെ ആർട്ടറി ഉണ്ടാവും, അതിൻ്റെ കൂടെ നെർവ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ മറ്റേ ലിംഫാറ്റിക്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്യുമോ എന്ത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം എത്രയാണെങ്കിലും അവരെല്ലാം തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. അപ്പം അവർക്കും കൂടെ ഡാമേജ് വരും എന്നുള്ളതാണ്. നെർവ്സിനും ഡാമേജ് വരും. അപ്പം വരാം, കാരണം നേരിട്ട് നെർവിലേക്ക് അല്ലെങ്കിലും നെർവിനും ആർട്ടറിക്കും ഒക്കെ ഡാമേജ് വരാനുള്ള ചാൻസും കൂടെ മേജർ അല്ല. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അറിയല, അതിലേക്കൊന്നും ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ അതിനെല്ലാം ഒരു കെമിക്കലി ഡാമേജ് ചെയ്യുന്നത് പോലെ വരുന്നുണ്ടാവും. അത് ഒരു സൈഡ്. പിന്നെ സർക്കുലേഷൻ ഇല്ല, സ്കിന്നിലെ രക്തക്കൊഴലുകളാണ് ഈ തടിച്ച് നമ്മൾ പുറത്തേക്ക് നിൽക്കുന്നത് കാണുന്നത്. അതിന് കാരണം കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പെർഫറേറ്റേഴ്സ് വഴി മസിലിനകത്തേക്കാണല്ലോ ഈ പോകുന്നത്. അപ്പോൾ ഈ പെർഫറേറ്റേഴ്സ് ലീക്ക് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലേക്ക് റിലാക്സ് ചെയ്യുമ്പോൾ അകത്തേക്ക് പോവുകയും മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം ഇങ്ങോട്ട് അവിടെ സാധാരണ നിലയിൽ നിൽക്കുക. ഈ വീക്ക്നെസ് വന്ന പെർഫറേറ്റേഴ്സിൻ്റെ വാൽവ് ഡാമേജ് ആയി കഴിയുമ്പോഴേക്കും മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴേക്കും ബ്ലഡ് എല്ലാം സ്കിന്നിലേക്ക് വരും. അതാണ് അവിടെ വരുന്ന ഒരു മേജർ പ്രോബ്ലം വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഈ കാലിൻ്റെയൊക്കെ കറുപ്പും നിറവും ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവിടെ ടോക്സിൻ കെട്ടിക്കിടക്കുന്നു. രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ വരാനായിട്ട്. കാരണം ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഈ വെരിക്കോസ് വെയിൻ്റെ കാരണം ബേസിക്കലി നമ്മളുടെ
കൊളാജൻ വാസ്കുലർ ഡിസീസിനകത്ത് വരുന്നതാണെന്ന്. അതായത് നമ്മുടെ ഈ രക്തക്കൊഴലുകളൊക്കെ ഉണ്ടാകാൻ കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് വരുന്നത്. ആ പ്രോട്ടീനിൽ വരുന്ന ഒരു വേരിയേഷൻ കൊണ്ട് നമ്മളുടെ രക്തക്കൊഴലുകൾ തന്നെ ശക്തി തന്നെ അതിങ്ങനെ വികസിച്ച് വരും. അതുപോലെ തന്നെ അതിനുണ്ടാക്കിയിരിക്കുന്ന വാൽവുകളുണ്ട്. അതായത് മുകളിലോട്ട് കയറി പിന്നെ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് മുകളിലോട്ട് കയറി താഴോട്ട് പോകാതിരിക്കാൻ വാൽവുകളുണ്ട്. അപ്പോൾ ഈ വാൽവുകൾക്കും ഡാമേജ് വരുന്നു, രക്തക്കൊഴലിന് തന്നെ ഡാമേജ് വരുന്നു. അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി വണ്ണമുള്ളവർക്ക് എല്ലാവർക്കും വെരിക്കോസ് വെയിൻ വരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവർക്കാണ് ഇത് വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ഡിസീസിനും പോസിബിലിറ്റി ഉണ്ടാവും. അപ്പം ഈ എക്സീമ ഒക്കെ പോലെയുള്ള ചില സ്കിൻ രോഗങ്ങൾക്കും അതിൻ്റെ റീസണും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം ഈ ഇത് ഓൾറെഡി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് മറ്റൊന്നും കൂടെ വരാനുള്ള ചാൻസാണ്. ഇപ്പം എക്സിമ ഉള്ളവർക്ക് വെരിക്കോസ് വെയിൻ വരാനും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് എക്സിമ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊരു മിക്സഡ് ഡിസീസായിട്ട്, കാരണം ബേസിക്കലി ഏത് രോഗമാണെങ്കിലും അതിനെല്ലാം കാരണം ഇമ്മ്യൂണിറ്റിയിലെ പ്രശ്നമാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം മിക്കവാറും ഇങ്ങനെയുള്ളവർക്ക് മുട്ടുവേദന ഉണ്ടാവും, ആർത്രൈറ്റിസ് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കാരണം ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് സ്പൈഡർ വെയിൻ കാണും, പിന്നെ കുറച്ച് വേദനയൊക്കെ വലിയ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ എൻഡ് സ്റ്റേജിലേ വരുള്ളൂ. അപ്പം നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് ഒന്നിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യാതിരുന്നുള്ളൂ. അവിടെയാണ് നമ്മൾക്ക് പ്രിവെൻറ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേജ് വെച്ച് വേണമെങ്കിലും പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. നമ്മളിപ്പം പലപ്പോഴും ഞാൻ ധാരാളം പേഷ്യൻസിനെ കാണാറുണ്ട്. ചിലരൊക്കെ അങ്ങ് തീരെ ഭയങ്കര വർഷങ്ങളായിട്ട് അൾസറുമായിട്ട് നടക്കുന്നവർക്ക് പോലും കറക്റ്റായിട്ട് നമ്മൾ അവരുടെ ഫുഡും ന്യൂട്രീഷനും ഒക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പലരും ഓവർ വെയിറ്റ് ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ടുള്ളവർ നല്ല പെട്ടെന്ന് തന്നെ അവർ ക്ലിയറായി ഈ നോൺ ഹീലിംഗ് അൾസറൊക്കെ മാറും എന്നുള്ളതാണ്. ഏറ്റവും ഈസിയർ നമ്മൾ ഈ നേരത്തെ ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് മച്ച് ഫാസ്റ്റർ റിസൾട്ട് കിട്ടും. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തവരെയാണ് മോർ ഡിഫിക്കൽട്ട് ആവുക. ഈ പലപ്പോഴും പറയുന്നത് ഈ വെരിക്കോസ് വെയിൻസിൻ്റെ കാരണം തന്നെ ഈ ഇൻഫ്ലമേഷൻ ആണെന്നാണ്. അപ്പം ഈ പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ബോഡിയിൽ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ട് ഈ വെരിക്കോസ് വെയിൻസ് തുടങ്ങാം എന്നും അത് വളരാം എന്നൊക്കെയാണ്. അത് എത്രമാത്രം ശരിയാണ്? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ആർത്രൈറ്റിസ്, എക്സിമ എല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ്. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലമേറ്ററി, അതായത് നമ്മൾ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധ ആക്ടിവിറ്റി ഓവറായിട്ട് വേണ്ടി വരുന്നു. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ ടോക്സിൻസ് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ എത്തിയതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ബാക്ടീരിയ, വൈറസ്, വൈറൽ ഫീവർ, ഇതൊക്കെ വരുന്നത് ഇൻഫ്ലമേഷൻ തന്നെയാണ് അവിടെ. അപ്പം അങ്ങനെയുള്ള എന്ത് ബയോളജിക്കൽ ഏജൻസ് ആണെങ്കിലും, അതായത് ബാക്ടീരിയയും വൈറസും ഒക്കെ, അല്ലെ ടോക്സിൻസ് പോലെയുള്ളതാണെങ്കിൽ അതുമാണ് ഇങ്ങനത്തെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഒരു രോഗമുണ്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന്. അപ്പോൾ അവരുടെ ബോഡിയിലെ ടോക്സിൻ ഏതാ? ഏറ്റവും പ്രധാന ടോക്സിൻ ഷുഗർ തന്നെയാണ്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ പലരിലും ഇൻസുലിനും കൂടുതലായിരിക്കും. ഇവർ രണ്ടുപേരുമാണ് അതിനകത്ത് ഏറ്റവും വലിയ ടോക്സിൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഉണ്ട് നമ്മുടെ ഫുഡിനകത്ത് കളറും പ്രിസർവേറ്റീവ്സും അതെല്ലാം വേറെ ഐറ്റത്തിൽ വരുന്നു. പക്ഷെ ഡയറക്റ്റ്ലി ഫുഡിൽ തന്നെ സാധനങ്ങൾ എന്ത് കൂടിയാലും അതും ടോക്സിനായിട്ടാണ് വരുന്നത്. പിന്നെ ഇത്തരം പേഷ്യൻസിനെല്ലാം തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകും. അപ്പോൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. അതായത് നമ്മളുടെ ബ്ലഡിൽ കൂടെ കൂടുതൽ കൊഴുപ്പ് നടക്കുന്നു, കൂടുതൽ ഗ്ലൂക്കോസ് നടക്കുന്നു. ഇവരെല്ലാം ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്യും. കാരണം ഇപ്പോൾ കാലിൽ നമുക്ക് ഓൾറെഡി വയ്യാത്ത രക്തക്കൊഴലാണ് കാലിലെ രക്തക്കൊഴൽ വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ കൂടെ ഷുഗറും കൂടെ കൂടി നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ അതിന് ഡാമേജ് വരും. അപ്പം പിന്നെ വീണ്ടും നീർക്കെട്ട് പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും വരും. അത് മുകളിലോട്ട് കയറാൻ പറ്റില്ല. ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് കട്ട പിടിച്ചെന്നിരിക്കും. അപ്പോൾ കട്ട പിടിച്ചാൽ എന്ത് പറ്റും? അത് പിന്നെ ഉള്ള രക്തക്കൊഴലുകളിലെ തന്നെ, അതായത് ഉള്ളിലൊക്കെ ഉള്ള ബ്ലഡും കൂടെ കട്ടയായി കഴിഞ്ഞ് ഒട്ടും ഇല്ലെന്ന് വരും.
അപ്പോൾ അതുകൊണ്ട് ഈ രക്തക്കൊഴലുകൾക്ക് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലിൽ ഒരു കാലിന് മാത്രം ഒരെണ്ണത്തെ വന്നാൽ ഒരെണ്ണത്തിന് മാത്രം നീര് വരിക, പിന്നെ ഈ കാഫിൻ്റെ അവിടുത്തെ ബാക്കിലെ മസിൽസ് ഉണ്ടല്ലോ അവിടെ വേദന വരിക, ഇപ്പോൾ നമ്മൾ ഈ ആംഗിൾ പാദം ഒന്ന് മുകളിലോട്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ത്രോംബോ എംബോളിസം എന്ന് പറയും. അപ്പോൾ ഈ ത്രോംബോസ് എംബോളിസം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ സർക്കുലേഷനെ ബാധിക്കാം. പിന്നെ ചിലപ്പം അത് കൂടി ഒരിടത്ത് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് കയറി ഇവൻ പെൽവിസിലെ രക്തക്കൊഴലിലേക്ക് പോലും എത്താം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ആ മൊബിലിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഇതിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ മുമ്പ് വെരിക്കോസ് വെയിൻ ഉള്ളവർ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനോട് പറയണം. അല്ലെങ്കിൽ എന്താ പറ്റുക, അപ്പം ഒരു പ്രൊഫിലാക്റ്റിക് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള. പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേഷൻ മുമ്പ് തരാൻ പറ്റില്ല ഇത്തരം മരുന്നുകൾ, കാരണം ഓപ്പറേഷൻ സമയത്ത് ബ്ലീഡിങ് വരും. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഊണ്ടൊക്കെ ഒന്ന് സെറ്റിലായി ബ്ലീഡിങ് ഒന്നും ഇനി വരില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം മരുന്നുകൂടെ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ എഴുന്നേറ്റ് നടക്കുമ്പോഴായിരിക്കും അറിയുന്നത്, അന്ന് കിടക്കുമ്പോൾ ഒന്നും നമ്മൾ അറിയില്ല. എഴുന്നേറ്റൊക്കെ നടന്ന് പോകാൻ വരുന്നത് ഈ ക്ലോട്ടുകൾ അവിടെ നിന്ന് ഡിസ്ലോഡ്ജായി ഹാർട്ടിനകത്തേക്ക് വരും. ഹാർട്ടിനകത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ട് അത് നേരെ ലങ്സിലേക്ക് പോകും. അതാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. പൾമണറി എംബോളിസം കണ്ടു കഴിഞ്ഞാലും പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലെ ആയിരിക്കും. പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു, ആൾ കുഴഞ്ഞു വീഴും. അപ്പോൾ അതൊരു സിവിയർ ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയതൊക്കെ ആണെങ്കിൽ പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഈ ആൻറ്റിബയോട്ടിക് ഈ ഫൈബ്രിനോലൈറ്റിക് മെഡിസിൻസും ഒക്കെ കൊടുത്ത് നമുക്ക് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റുന്നിരിക്കും. പക്ഷേ മേജർ ഒരു ത്രോംബോ എംബോളിസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈവൻ ഹോസ്പിറ്റലിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈവൻ എൻ്റെ ഒരു വെരി ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് തന്നെ മരിച്ചത്. അവർ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പം ത്രോംബോ എംബോളിസം വന്ന് ഓൺ ദ സ്പോട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് പോകുന്ന വഴിയിൽ ത്രോംബോ എംബോളിസം വന്ന് ഫാസ്റ്റ് ആയി. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട്, വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷൻ അല്ല, എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും അവർ എക്സ്ട്രാ കെയറും കൂടെ എടുക്കണം. ഈ വെരിക്കോസ് വെയിനും ബി പിയും തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ബി പിയും ഉണ്ടാവാറുണ്ട്, അത് തിരിച്ചും. പിന്നെ അതേസമയം ഇത് തമ്മിലും പല കാര്യങ്ങളും കോമൺ ആയിട്ടുണ്ടെന്നും അത് ഒന്ന് വിശദീകരിക്കാമോ? യെസ്, ബി പി നമ്മളുടെ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആർട്ടറിക്കകത്തെ പ്രഷറാണ് കാണിക്കുന്നത്. നമ്മൾ ജനറലി പറയുന്ന ബി പി. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാരണം തന്നെ ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ്റെ മാത്രമല്ല, പൈൽസിൻ്റെയും ഈ ആണുങ്ങളുടെ സ്ക്രോട്ടത്തിൽ രക്തം ഞരമ്പ് തടിക്കുമല്ലോ, വെരിക്കോസീൽ എന്ന് പറയുന്നത്, ഇതിൻ്റെയും എല്ലാം മെക്കാനിസം ഒന്ന് തന്നെയാണ്. അതുപോലെ ലേഡീസിനൊക്കെ പറയും പെൽവിക് കൺജഷൻ സിൻഡ്രോം, അതായത് അവിടുത്തെ രക്തക്കൊഴലുകളിൽ ഈ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ്. അതായത് ഈ വീനസ് പ്രഷറാണ് കൂടുകയാണ്. അതായത് ഡ്രെയിനേജ് കുറയുന്നതുകൊണ്ട് വീനസ് പ്രഷർ കൂടുന്നു. ഈ വീനസ് ഡ്രെയിനേജ് കുറയാൻ കാരണം ആ രക്തക്കൊഴലുകളുടെ അതിൻ്റെ ഭിത്തിക്ക് വന്ന ഡാമേജാണ്. അപ്പം ഈ മറ്റേ വീനസ് ബ്ലഡിൻ്റെ അല്ലെങ്കിൽ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളിലെയും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടെ മസിലൊക്കെ കുറവാണ്. വീനസ് ബ്ലഡ് കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകൾക്ക് മസിൽ അത്ര വലുതല്ല, അതിനകത്തെ പ്രഷർ കുറവാണ്. അതിന് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രഷറൊന്നും ഇതിന് വേറെ വരുന്നില്ലല്ലോ. അപ്പം അതിനനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ മസിൽ കുറവാണ്, പക്ഷെ അതിനെ ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജനൊക്കെ സെയിമാണ്. അപ്പം ഈ ആർട്ടറിയൽ പ്രഷർ, നമ്മൾ സാധാരണ പറയുന്ന ഹൈപ്പർ ടെൻഷന്, ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജും കൂടെയാണ്. അവരുടെ രക്തക്കൊഴലുകൾ സ്റ്റിഫ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രഷർ വരാൻ കാരണം എന്താ? രക്തക്കൊഴലുകൾ സ്റ്റിഫ് ആവുകയാണ്. അപ്പം ഇതിന് വികസിക്കാനുള്ള കഴിവ് കുറയുകയാണ്. ആർട്ടറിയുടെ കാര്യത്തിൽ ഇതിന് വികസിക്കാനുള്ള കഴിവ് കുറയുന്നു. ഈ വികസിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതാണ് ഈ കൊളാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീന്. അതിനാണ് ഡാമേജ് വരുന്നത്. അതുകൊണ്ട് അത് ഡാമേജ് വരുമ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഇതും എല്ലാം കൂടെ വരുമ്പോൾ മസിൽ കൺട്രാക്ഷൻ ഇതായിട്ട് പിടിച്ച് നിൽക്കും.
അതുകൊണ്ടാണ് ഹാർട്ട് കൂടുതൽ പ്രഷർ പമ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് അങ്ങനെയാണ് പ്രഷർ ഉള്ളവർക്ക് ഹാർട്ടിന് ഡാമേജ് വരുന്നത്. ഹാർട്ടിൻ്റെ ഒക്കെ മസിലൊക്കെ തടിച്ചു വന്ന് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്നത് പ്രഷർ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രഷർ കൂടാൻ, അതായത് രക്തക്കുഴലുകളിൽ പ്രഷർ കൂടാൻ കാരണം ആർട്ടറിക്ക് ഒന്ന് ഡാമേജ് ആണ്. വെരിക്കോസ് വെയിന് വരാനും അതിൻ്റെ ബ്ലീഡിങ് വരാനും ഒക്കെ കാരണം വെയിനിന്. ഇപ്പം രണ്ടും ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ബോഡിയായിട്ട് മാറുന്നത്. അപ്പം അതിൽ വരുന്ന ഇതിൽ ബേസിക്കലി ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് നമ്മളുടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈവൻ കമ്പയറിങ് ദ ലേറ്റസ്റ്റ് നോളജ് വെച്ചും കൂടെ നമ്മൾ എടുക്കുമ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഈ പ്രഷർ ഉള്ളവർക്കും ഒക്കെ അവർ കഴിക്കുന്ന ചില സാധനങ്ങൾ അവർക്ക് പറ്റാത്തതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരും കശുവണ്ടിയും ബദാമും പിസ്റ്റയും ഒക്കെ കഴിക്കും, ഓർ നിലക്കടലയൊക്കെ കഴിക്കും. ഈ ചില പേഷ്യൻസിന് ഈ സാധനം പറ്റില്ലായിരിക്കും. അപ്പോൾ അത് നമുക്കെല്ലാം ജനറ്റിക്കലി ഇതുണ്ട്. ഇവൻ നമ്മൾ ഏറ്റവും നന്നായി നല്ല ഫ്രഷായിട്ട് കഴിക്കുന്ന ഈ കറി വയ്ക്കുന്ന കടല തന്നെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇന്ത്യൻസിൽ ഒത്തിരി പേർക്കുണ്ട് അത് പറ്റാത്തത്. അപ്പം ഇതൊക്കെ ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് അത് പറ്റാത്തവർ ഈ സാധനം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളായിട്ടായിരിക്കും മാറുന്നത്. ഇപ്പം ചിലർക്ക് ഇവൻ പാല് അലർജി ആയിരിക്കും, അവർക്ക് ഇൻടോളറൻ്റ് ആയിരിക്കും. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അലർജി എന്ന് പറയുമ്പം ചൊറിഞ്ഞു തടിക്കുക, തുമ്മൽ വരിക, ഇതിനെയൊക്കെ നമ്മൾ അലർജി എന്ന് പറയാം. പക്ഷെ അങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് പ്രഷറായിട്ടോ നമുക്കിങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ ഉള്ള ഇൻടോളറൻസ് രക്തക്കുഴലുകളെ ബാധിക്കുകയാകുമ്പോൾ അത് പ്രഷറായിട്ടോ വെരിക്കോസ് വെയിൻ ആയിട്ടോ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളോടെ കണ്ടുപിടിച്ച് ഈ വെരിക്കോസ് വെയിനും അങ്ങനത്തെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് പ്രത്യേകിച്ചുള്ളവർക്ക് അത് വളരെ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്ത് അവരെന്താണ് അവർക്ക് പറ്റുന്ന ഫുഡ്, പറ്റാത്ത ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ പറഞ്ഞ വെരിക്കോസ് വെയിൻസും പൈൽസുമായിട്ട് അത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ പൈൽസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കാലിന് ഞരമ്പ് തടിക്കുന്നത് പോലെ നമ്മളുടെ ഏനസ് അല്ലെ മലദ്വാരവും മലദ്വാരത്തിലും വരുന്ന ഞരമ്പ് തടിച്ചു വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ പ്രൊലാപ്സ്ഡ് പൈൽസ് എന്നൊക്കെ പറയല്ലേ, അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയൊക്കെ വരുന്നത് അതിനകത്ത് രക്തം കട്ട പിടിക്കുകയും കൂടെ ചെയ്യുക. പൈൽസിൽ വന്ന് ആദ്യം അത് തടിച്ചു വരും, അത് കഴിഞ്ഞ് വെച്ചിട്ട് അതിനകത്തും രക്തം കട്ട പിടിക്കും. അപ്പോഴാണ് ഭയങ്കര വേദനയും. മറ്റേതാകുമ്പോൾ ജസ്റ്റ് തടിച്ചു വരും മാത്രമാണ്, ചിലപ്പം ബ്ലീഡിങ് ആയിട്ടൊന്ന് വരുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് രക്തം കട്ട പിടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ തടിച്ച് പുറത്തേക്ക് വന്ന് അതിനകത്ത് രക്തം കട്ട പിടിച്ചിരിക്കും. ഇതാണ് കാലയിലെ ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയുന്ന സെയിം കണ്ടീഷനാണ് പൈൽസിൽ വന്നിട്ട് ഇങ്ങനെ പൈൽസ് പ്രൊലാപ്സ് പോലെയൊക്കെ കൂടി നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡുമായിട്ട് ഇതിന് റിലേഷൻ ഉണ്ടെന്ന്. പൈൽസിൻ്റെ കാര്യത്തിൽ നമുക്കത് വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പലരും പറയും എനിക്ക് ചിക്കൻ കഴിച്ചാൽ പറ്റില്ല, മുട്ട കഴിച്ചാൽ പറ്റില്ല, അതൊക്കെ സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. പലർക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൈൽസ് വരുന്നത് മിക്കവാറും നമ്മൾ തെറ്റിച്ച ഫുഡ്, പ്രത്യേകിച്ച് എന്തെങ്കിലും സദ്യക്ക് പോയി, കല്യാണം, അങ്ങനെ ഫങ്ഷൻസിന് പോയി ഹോട്ടൽ ഫുഡും അല്ലെങ്കിൽ ബുഫയൊക്കെ കഴിച്ച് പലതുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും, അന്ന് തന്നെ വരണമെന്നില്ല, പിറ്റേ ദിവസം വരണം, 1-2 ദിവസത്തിനകമായിരിക്കും ഇത് വെരി സിവിയർ ആയിട്ട് ഇത് വരുന്നത്. അപ്പം ആ പൈൽസിൻ്റെയും ഈ വെരിക്കോസ് വെയിൻ്റെയും അതേസമയത്ത് കാലിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാലിലെ വെരിക്കോസ് വെയിൻ്റെത് ഈവൻ സ്ക്രോട്ടത്തിലെ വെരിക്കോസ് വെയിൻ്റെ നമുക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൈൽസും മറ്റുമായിട്ടുള്ളത് വളരെ ക്ലിയർലി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫുഡുമായിട്ട് വരുമ്പോൾ അവിടെ വിരസം വരും, അതിൻ്റെ ഒരു ചേഞ്ചസ് വരും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് അതും ഒരു പൈൽസും ശരിക്കും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്നുള്ളതും അതിനെ ഓട്ടോഇമ്യൂൺ ഡിസീസിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പൈൽസിനും ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഫുഡ് ഏതാ പറ്റാത്തത്, പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് ഒഴിവാക്കുകയാണ് അതിനകത്തും ചെയ്യേണ്ടത്. ഇപ്പം ഈ വെരിക്കോസ് വെയിൻസിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ആ വെയിൻസിൻ്റെ ഭിത്തികൾക്ക് വരുന്ന വീക്ക്നെസ് അത് നമ്മളുടെ ശരീരത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും അതേ വീക്ക്നെസ് തന്നെ കാണപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം
അങ്ങനെ ഈ ഈ ബ്ലഡ് വെസൽസിന്റെ വീക്ക്നെസ് എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വല്ല മാർഗമുണ്ടോ? പ്രത്യേകിച്ച് ഈ പറയുന്നത് ഈ സാധാരണ നമ്മളുടെ വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെന്റിൽ അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസുകളൊന്നും അങ്ങനെ അധികം പറയാറില്ല. പക്ഷെ അങ്ങനെ വല്ല എക്സർസൈസുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിന് ഗുണം ചെയ്യുന്നതാണോ? നമ്മളുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോൾ കാലിൽ മാത്രമല്ല വരുന്നത്. പക്ഷെ കാലിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രഷർ ഇഫക്റ്റും കൂടെ വരും. കാല്, സ്ക്രോട്ടം, മലദ്വാരം, ഇവിടുത്തെ രക്തക്കൊഴലുകൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളത് ഇപ്പം ബ്രെയിനിൽ നിന്നുള്ളത് നമുക്ക് അവിടെ ഇത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ടാവും. ഈവൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു സജിറ്റൽ സൈനസ് എന്ന് പറയും. ശരിക്കും സൈനസസ് അവിടെ രക്തക്കൊഴലുകളെക്കാളും കൂടുതൽ അവിടെ നമ്മൾ ഈ പമ്പിങ് ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ബ്രെയിനിനകത്ത് മസിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഡ്രെയിനേജ് വരുന്ന ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് വെച്ചിട്ടും നമ്മുടെ ഈ ആർട്ടറിയുടെ പമ്പിങ്ങിൻ്റെ നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പം ദറ്റ് ഈസ് ആക്ച്വലി റിഫ്ലക്റ്റഡ് ഇൻ ദ ബ്രെയിൻ ഓൾസോ. ഈവൻ ദറ്റ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫങ്ഷണൽ സ്കാനൊക്കെ കാണാൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ശരിക്കും നമ്മളുടെ വെൻട്രിക്കിൾ എന്നും പറഞ്ഞ് നമ്മളുടെ ബ്രെയിനകത്തൊരു പാർട്ടുണ്ട്. 2 ലാറ്ററൽ വെൻട്രിക്കിൾ, ഒരു തേർഡ് വെൻട്രിക്കിൾ, ഒരു ഫോർത്ത് വെൻട്രിക്കിൾ ബ്രെയിനിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ശരിക്കും ഇതിൻ്റെ ആ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ ഇഫക്റ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് MRIയിലൊക്കെ. അപ്പോൾ അവിടെ ശരിക്കും എന്തൊരു ഹാർട്ടിരുന്ന് ബീറ്റ് ചെയ്യുകയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇവിടെ ഈ ഇതിനകത്തും ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് സൈനസസ് ഉണ്ട്, രക്തക്കൊഴലുകളാണ്. അപ്പം ഈ വെരിക്കോസ് വെയിന് പോലെയുള്ള രോഗമുള്ളവർക്ക് ആ ബ്രെയിനിൽ അതിനകത്ത് സൈനസസിലൊക്കെ ചിലപ്പം ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ വരാറുണ്ട്. അങ്ങനത്തെ രോഗം വന്ന് ഈ ബ്രെയിൻ ഒരു അറ്റാക്ക് പോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണത്. അങ്ങനെയും വരാം. അതായത് സജിറ്റൽ സൈനസ്, ഇങ്ങനത്തെ ബ്രെയിനിലെ സൈനസസിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആകാനും ഒക്കെ ചാൻസ് ഇത്തരം രോഗമുള്ളവർക്ക് കൂടുതലായിരിക്കും. അപ്പം എല്ലാ രക്തക്കൊഴലുകൾക്കും ഡാമേജ് വരുന്നുണ്ട്. നമ്മളിത് മാനിഫെസ്റ്റ് ഇത്രയാകുന്നുള്ളത് മാത്രം കരുതിയാൽ മതി. അപ്പം വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നമുക്ക് ഡെഫിനറ്റ്ലി ഹാർട്ട് അറ്റാക്ക് വരാനും ഹാർട്ടിലെ രക്തക്കൊഴലുകൾക്കും വരാം. പക്ഷെ അതിൻ്റെ വെരിക്കോസ് രീതിയിലായിരിക്കുകയല്ല വരുന്നത്. നമ്മൾ അല്ലാതെ ഈ ആതറോസ്ക്ലെറോസിസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. രക്തക്കൊഴലുകൾ മൊത്തത്തിൽ വീക്കാകും. അത് വെയിനിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അത് ആർട്ടറിക്കും എല്ലാവർക്കും ബാധകമാണെന്നുള്ളതാണ്. ഈ വെരിക്കോസ് വെയിൻ്റെ തുടക്കത്തിൽ ആണെങ്കിലും നമുക്കത് തിരിച്ചറിയാനായിട്ട് ഈ വേദന അനുഭവപ്പെടും എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ വെരിക്കോസ് വെയിൻ കാരണമുള്ള വേദനയാണോ ഇല്ലേ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുമോ? അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ, ഒന്ന് വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിന് കഴപ്പായിരിക്കും. ഈ നല്ല വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഈ പുറമേലുള്ളത് ഇങ്ങനെ തടിച്ചു വരികയില്ല. കാരണം അത് അവിടെ അത്രയധികം ഫാറ്റ് ഉണ്ടാവും. ഈ ഫാറ്റിലിരിക്കുമ്പം നമ്മൾ ഈ രക്തക്കൊഴലുകൾ തടിച്ചു വന്നത് കാണാൻ പറ്റില്ല നല്ല വണ്ണമുള്ളവർക്ക്. വണ്ണം മോഡറേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഈ പുറമേ ഉള്ള രക്തക്കൊഴലുകളാണെങ്കിൽ ഇങ്ങനെ മടങ്ങിയും മടങ്ങിയും ഒക്കെ ഇരിക്കുന്നത് കാണുള്ളൂ. നന്നായിട്ട് കൊഴുപ്പുള്ളവർക്കാണെങ്കിൽ അങ്ങനെ മടങ്ങലോ ഇതൊന്നും വരികയില്ല. അവർക്ക് കാലിന് കഴപ്പ് മാത്രമായിരിക്കും വരുന്നത്. മറ്റവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെയുള്ളവർക്കും കാലിന് കഴപ്പ് വരും. 2 കൂട്ടർക്കും കാലിന് കഴപ്പ് വരും. പക്ഷെ നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റില്ല ഈ തടിച്ചിരിക്കുന്നതൊന്നും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബേസിക്കലി ഒരു കാലിന് കഴപ്പ് വരും, പിന്നെ കറുപ്പ് വരാൻ തുടങ്ങും സ്കിന്നിനൊക്കെ. അതുപോലെ സ്കിന്നിലെ ചിലരൊക്കെ കാണാൻ നമുക്ക് സ്കിന്നിൻ്റെ ഈ കൂടെ രോമം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പോലെ, അതായത് നമ്മുടെ ഹെയർ ഫോൾ പോലെ തന്നെ നമ്മുടെ കാലയിലെ രോമമൊക്കെ കൊഴിഞ്ഞു പോകുന്നത് പോലെ വരും. പിന്നെ ഡാർക്ക്നെസ്, പിന്നെ അൾസർ, അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജസ്. അങ്ങനെയാണ് ഇത് കറുപ്പ് വരാൻ തുടങ്ങും, രോമങ്ങൾ കൊഴിയാൻ തുടങ്ങും, അൾസർ ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും, പിന്നെ അൾസറിലേക്ക് പോകും. പിന്നെ നോൺ ഹീലിംഗ് അൾസർ. അന്നേരം ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്താൽ അങ്ങ് കറക്റ്റ് ആകും. അതിൻ്റെ ഇടയിൽ പോയി ഒരു സ്ലീറോതെറാപ്പി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കെയറൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ കുറഞ്ഞിരിക്കുന്നിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അത് വീണ്ടും പൊട്ടാൻ തുടങ്ങും. അതാണ് ഇതിനകത്ത് ഈ ഒരു ജനറലി വെരിക്കോസ് വെയിനിൽ വരുമ്പോഴേക്കും സംഭവിക്കുന്നത്. ഈ പലരും പറയും ഇങ്ങനെ വെരിക്കോസ് വെയിൻ തുടങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അധികം നേരം നിൽക്കരുത്,
എന്ന് ഉള്ള, അല്ലെങ്കിൽ അധികം നേരം ഇരിക്കരുത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് എന്ന് ഉള്ള രീതിയിൽ അത് എത്രമാത്രം പ്രായോഗികമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ആ ഇൻഫർമേഷൻ? നമ്മൾ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോൾ പമ്പിങ് ഇല്ലല്ലോ, അവിടെ രക്തം പൂൾ ചെയ്യും, കെട്ടി നിൽക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഓൾമോസ്റ്റ് 70% ഓഫ് നമ്മുടെ ബോഡിയിൽ ഏകദേശം 5 ലിറ്റേഴ്സ് ബ്ലഡ് ഉണ്ട്. അതിൻ്റെ 70% വെയിനുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോകാതെ കെട്ടി നിന്ന് കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നില്ല, അതിനകത്ത് കട്ട വരും. അപ്പം കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോഴേക്കും കാല് കഴക്കാൻ തുടങ്ങും. അതുപോലെ ഒന്ന് കാല് കഴപ്പായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ കാല് കഴപ്പ് വരുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാനുള്ള ശ്രമം നടത്തും ഡെഫിനറ്റ്ലി. ഏറ്റവും ഈസി, നമ്മൾ വെരിക്കോസ് വെയിൻ ആണെന്ന് അറിയാൻ നമ്മൾ കാലൊന്ന് പൊക്കി വെച്ച് കിടക്കുക. വേദന കുറയുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം ഇപ്പം നല്ല വണ്ണമുള്ളവർക്ക് വെരിക്കോസ് വെയിൻ ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ കാലൊന്ന് പൊക്കി വെച്ച് കിടന്നു കഴിയുമ്പോഴേക്കും വേദന പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെരിക്കോസ് വെയിൻ ആകാനാണ്. അത് പിന്നെ കൺഫേം ചെയ്യാനാണ് നമ്മളൊരു ഡോപ്ലർ സ്റ്റഡി നോക്കി എത്ര വാൽവ്സിന്, ഏതൊക്കെ വാൽവിന് എത്ര വാൽവുകൾക്ക് ഡാമേജ് വന്നു, എന്തോരം ഡാമേജ് വന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൽ പ്രഷർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, കാര്യം വെയിൻസിന് ഡാമേജ് വന്നു, ദറ്റ് ഈസ് ദെയർ. അത് പെട്ടെന്നൊന്നും നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, പ്രഷർ കുറച്ച് കൊടുക്കാൻ. ഈ പ്രഷർ കൂടാനുള്ള കാരണം എന്താ, നമ്മുടെ ഈ കുടവയറും വയറിനുള്ളിലെ ഫാറ്റ് വയറിനുള്ളിലും നെഞ്ചിനുള്ളിലും ഉള്ള ഫാറ്റ് ആണ് ഇവിടുത്തെ പ്രഷർ കൂടാനുള്ള കാരണം. അപ്പോൾ ആ പ്രഷർ കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറ്റാത്ത ഫുഡും അങ്ങനത്തെ ഈ ഡാമേജ് വരുത്തുന്ന കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒത്തിരി സഹിക്കും, അതിന് ഒത്തിരി റിപ്പയർ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ചുരുങ്ങി വരും. ഈവൻ നമ്മൾ ഈ വെന്യൂൾസും ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ തുടക്കത്തിലാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പതുക്കെ പതുക്കെ വരുള്ളൂ. അസ്വസ്ഥതകളൊക്കെ നമ്മൾ സപ്പോർട്ടഡ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ കാണാം. ഞാൻ ഓർക്കുന്നു, ഓൾമോസ്റ്റ് ഒരു 110 kg, ഒട്ടും വയ്യ ആൾക്ക്. കാലൊക്കെ 110 കിലോയാണ്, കാലൊക്കെ വണ്ണം വെച്ച് കറുത്ത് അൾസറുമായിട്ട് പെയിൻഫുള്ളായിട്ട് വന്ന പേഷ്യൻ്റാണ് അദ്ദേഹം. ഒരു 3 months കൊണ്ട് 90 kg താഴെ വന്നു. നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, 90 kg താഴെ വന്നു. ഇതിൻ്റെ മന്ത് പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ പോയി. ഈ പേഷ്യൻസ് ഒക്കെ മിക്കവാറും ഡയബറ്റിക്കും ഒക്കെ ആയിരിക്കും. അതൊന്നും മാത്രമല്ലല്ലോ, 110 കിലോയും ഉണ്ട്, വെരിക്കോസ് വെയിനും ഉണ്ട്, വെരിക്കോസ് അൾസറും ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇല്ലാത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഒരു വെയിറ്റ് ഒരു 3 മാസം കൊണ്ട് 90 താഴേക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഉള്ളത് അത്രയും ഫാസ്റ്റായിട്ട് നടക്കുകയില്ല. പിന്നെ ഒരു 10 കിലോ വെച്ച് 6 മാസം ആയപ്പോഴേക്കും ഇത് ഏകദേശം 80 കിലോയിലേക്ക് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അപ്പോഴേക്കും അൾസറൊക്കെ വിതിൻ്റെ മന്ത് തന്നെ ഹീൽ ചെയ്യുക. ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റീസിൻ്റെ മെഡിസിൻ ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. BP ഒക്കെ ഉണ്ടെങ്കിൽ BPയും വാട്ടെവർ എന്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എടുത്തുകൊണ്ടിരിക്കുന്നതാണേലും മിക്കവാറും ഇതിൻ്റെ മന്ത് നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. അപ്പം അതാണ് നമ്മളൊരു മരുന്ന് വെച്ച് ചെയ്യാനോ ഓപ്പറേഷനോ എന്താ, വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിന് പോയാൽ വെരിക്കോസ് വെയിനിന് മാത്രം എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തു അത് തന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുള്ളൂ. അവരുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം അവിടെ തന്നെ നിൽക്കുമായിരിക്കും. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം നമ്മുടെ രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്യുന്നുണ്ട്, നെർവ്സിന് ഡാമേജ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയ ഒരു ഇഫക്റ്റിലാണ് ഈ നോൺ ഹീലിംഗ് അൾസറൊക്കെ നിൽക്കുന്നത്. വീനസ് അൾസർ എന്ന് മാത്രം പറയാൻ പറ്റില്ല, വെരിക്കോസ് വെയിൻ കൊണ്ട് മാത്രമല്ല, അവർക്കുള്ള മറ്റ് രോഗങ്ങളെല്ലാം ഇതിൻ്റെ ഈ അൾസറിനും വേദനകൾക്കും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. ഈവൻ വേദന ഇവർക്കൊക്കെ ഓവർ വെയിറ്റും കൂടെ ഉള്ളവരാണ് മിക്കവാറും ആർത്രൈറ്റിസും കൂടെ അതിൻ്റെ കൂടെ കാണും. അപ്പം ഇതെല്ലാത്തിനും ഒന്നിച്ച് നമുക്ക് കുറവ് വരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്ക് ഈ ആസ് എ പ്രൊഫഷണൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മളല്ലാതെയും ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈക്വലായിട്ട് കുറവ് വരും എന്നുള്ളതാണ്. അപ്പം എത്ര രോഗം ഉണ്ടെന്നുള്ളതൊരു വിഷയമല്ല. പിന്നെ ഒന്നും അങ്ങേയറ്റത്തെത്തി ഇപ്പോൾ ഹാർട്ട് ഫെയിൽ ചെയ്തു അല്ലെങ്കിൽ കിഡ്നി ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു പോയി. അപ്പം ഒരു പാർഷ്യലി ഫെയിൽഡ് ആണെങ്കിൽ പോലും ഒരു 50% ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് പവർ അമേസിങ് ആണെന്നുള്ളതാണ്. ആ ഹീലിംഗ് പവർ നമ്മുടെ ഫുഡ് നമ്മൾ കറക്റ്റ് ചെയ്യുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഫുഡ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് കൂടി ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? ടോക്സിൻസ് വരുന്നതാണ്. നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ ഒക്കെ വരുന്ന ഓവർ വെയിറ്റ് ഉള്ളവരുടെ മെയിൻ ടോക്സിൻ എന്താ? നമ്മുടെ ബോഡിയിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ് തന്നെയാണ്. പിന്നെ ഈ ഫാറ്റിലേക്ക് പല മറ്റുള്ള ടോക്സിൻസ്, നമ്മളുടെ ഈ പെസ്റ്റിസൈഡ്സും ടോക്സിക് എലമെന്റ്സും എല്ലാം അടിഞ്ഞു കൂടും. അപ്പം ഇവരെല്ലാവരും കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് റിപ്പയർ പോസിബിൾ ആക്കുക, എക്സസ് ഉള്ള കൊഴുപ്പും അങ്ങനത്തെ എല്ലാം കളയുക, പിന്നെ ബോഡിയുടെ രക്തയോട്ടം കൂട്ടുക. ഈ 3 കാര്യങ്ങൾക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ന്യൂട്രീഷൻ, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ വരണം. ടോക്സിൻസ് ഉണ്ടെങ്കിൽ ഇനി ചെല്ലരുത്, ഇനി ഉള്ളതെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയുക. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രം എല്ലായിടത്തും എത്തൂലല്ലോ. സർക്കുലേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏത് പാർട്ട് ആക്ടിവേറ്റഡ് ആകുന്നോ, അല്ലെ അവർ പണി ചെയ്യുന്നവർക്ക് മാത്രമേ ബ്ലഡ് കിട്ടുള്ളൂ. നമ്മൾ പണി ചെയ്യാതിരുന്ന് ഭക്ഷണം നമുക്ക് കാശുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കാം. പക്ഷേ നമ്മുടെ ബോഡിയിൽ പണി ചെയ്യാത്ത ഒരാൾക്കും ബോഡിയുടെ നേച്ചറിൻ്റെ കണക്കനുസരിച്ച് പണി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് സർക്കുലേഷനും ന്യൂട്രീഷനും കിട്ടുകയില്ല. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അവിടെ ടോക്സിൻസ്, അപ്പോൾ അവരുടെ വേസ്റ്റ് റിമൂവ് ചെയ്യാനും പറ്റാതെ വരും. അതുകൊണ്ടാണ് ഈ ഓവർ വെയ്റ്റും നമ്മളുടെ ഈ ഓവർ വെയ്റ്റ് വരുമ്പോൾ നമ്മൾ എക്സസ് ഫുഡ് കഴിക്കുന്നു, കാലറി കൂടുതൽ കഴിക്കുന്നു. പിന്നെ നമ്മളുടെ എക്സസൈസും കൂടി ഇല്ലാതാകുമ്പോൾ സെഡൻറ്ററി ലൈഫും കൂടെ വരുമ്പം നമുക്ക് രോഗങ്ങൾ കൂടി വരാൻ അത് തന്നെയാണ് കാരണം. അപ്പം അത് നമ്മൾ ആ ഫണ്ടമെൻ്റൽ പ്രശ്നം, അതായത് അടിസ്ഥാന കാരണം, രോഗത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം മാറ്റി കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ സ്റ്റേജ് എത്തുന്നതിൻ്റെ മുമ്പാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു റിവൈവൽ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യണം. പലരും ഈ ഫുഡ് ഹാബിറ്റാണ് പലരുടെയും തെറ്റിക്കുന്നത്. ആ ഫുഡ് ഹാബിറ്റ് തെറ്റി ഓവർ വെയ്റ്റ് വരുന്നവർ ലേസി ആയി പോകും. അപ്പം അതിൽ നിന്നൊരു മോചനം വേണം. അതിനായിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. ഒരു വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് ഒരു ഓപ്പറേഷനും ഒരു സ്ക്ലിറോതെറാപ്പിയും ഒന്നിൻ്റെയും ആവശ്യമില്ല, ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് വരികയുള്ളൂ. അവർ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് പ്രഷറിൻ്റെ ഇത് കുറയ്ക്കുക. പിന്നെ വേറൊരു ഫാക്ടർ നമ്മളുടെ ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. അതായത് നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും എക്സസൈസ് ചെയ്യുകയും മറ്റ് പല ആക്ടിവിറ്റീസ്, ഈവൻ നമ്മൾ ടോയ്ലറ്റ് ഡിഫെക്കേഷൻ അല്ലെങ്കിൽ മലവിസർജനത്തിനൊക്കെ ആണെങ്കിലും ഈ വളരെയധികം പ്രഷർ യൂസ് ചെയ്യും. ഇതെല്ലാം നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് വരും. അപ്പോൾ ഈവൻ കറക്റ്റ് ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് പോലും ഇതിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു, ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ലിഫ്റ്റിങ്ങും വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടും. അപ്പം ഇങ്ങനത്തെ ഈ വെരിക്കോസ് വെയിനൊക്കെ പോലെയുള്ള ഒരു കാരണവശാലും വെയിറ്റ് ലിഫ്റ്റിങ് അതുപോലത്തെ എക്സസൈസസ് ചെയ്യാൻ പാടില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഈ വെരിക്കോസ് വെയിൻ വെച്ചുണ്ടാവും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും എന്താണ് ചെയ്യാൻ പറ്റുക? ബിക്കോസ് അങ്ങനെ ആ ചൊറിച്ചിൽ വന്ന് അത് പിന്നെ പൊട്ടുകയും അങ്ങനെയൊക്കെ അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന അതിൻ്റെ നമ്മൾ എന്ത് മരുന്നിട്ടിട്ടൊന്നും അത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ഇങ്ങനത്തെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഒന്ന്, അവരുടെ ഫുഡിൽ പല ന്യൂട്രീഷൻ്റെയും കുറവ് കൊണ്ടും കൂടെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. B6 അങ്ങനെ ഫ്യൂ വൈറ്റമിൻസിൻ്റെ കുറവ്, ഈ ഹോമോസിസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞത് കൂടി നിൽക്കുക. അതൊരു തരം പ്രോട്ടീനാണ്. അപ്പോൾ അത് കൂടി നിൽക്കുക, അതിൻ്റെ അങ്ങനെ കുറേ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവാണ് ഈ കൊളാജന് ഡാമേജ് വരുന്നതെന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ മോളിക്കുലർ സ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ വ്യാപ്തമായിട്ടങ്ങ് പോവുകയാണ്. മെത്തിലേഷൻ്റെ പ്രശ്നങ്ങൾ, DNA മെത്തിലേഷൻ, ഇതെല്ലാം ഫൈനലി വരുമ്പോഴേക്കും ജെനറ്റിക്സിലേക്കാണ് ചെല്ലുന്നത്, മോളിക്കുലർ ജെനറ്റിക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ഫുഡ്, നമ്മളുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മളുടെ ചില ഫുഡ് നമുക്ക് പറ്റാത്തത്, ഇതൊക്കെ തന്നെയാണ് കാരണമാണ്. ഈവൻ ഗ്ലൂട്ടൻ, നമ്മൾ ഗോതമ്പ് കഴിക്കുന്നത് ഇങ്ങനത്തെ രോഗികൾക്ക് ഗ്ലൂട്ടൻ ഉള്ള ഫുഡ്, ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ഇതൊക്കെ കഴിക്കുമ്പോഴും ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ ചൊറിച്ചിലുണ്ടാക്കാനും ഉള്ള ഒരു റീസൺ വരുന്നത്. കാരണം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ടോക്സിനാണ്, നമ്മൾ വിഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ചില ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഗോതമ്പൊക്കെ വിഷമാണ്. ഈവൻ റൈസ് കാർബോഹൈഡ്രേറ്റ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് റൈസ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിഷം പോലെയാണ്. ഷുഗർ കൂടി നിൽക്കുന്ന ആൾ റൈസും വീറ്റും പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അവരെ സംബന്ധിച്ചിട്ട് വിഷം പോലെയാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതെല്ലാം മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നമ്മളുടെ ബോഡിയിലെ കൊഴുപ്പ് കുറച്ച് ടോക്സിൻസ് മാറ്റി വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലൊക്കെ വിതിൻ ഫ്യൂ ഡേയ്സ് തന്നെ നമ്മൾ യൂഷ്വലി കാണാറുണ്ട്. കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഒരാഴ്ചയാകുമ്പോഴേക്കും 8th ഡേ ആണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി. ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ്, 8ാം ദിവസമാണ് പിന്നെ വരുന്നത്. അപ്പോഴേക്കും തന്നെ പേഷ്യൻസ് നല്ല ആശ്വാസം വരും എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം അത് മാത്രമല്ല, അവർക്ക് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്താം. അപ്പോൾ ഈ മരുന്നുകളൊക്കെ നിർത്തി അവർ ആ രോഗാവസ്ഥയിൽ നിന്ന് മാറുന്നത് കാണുന്നതാണ് നമുക്ക് ഏറ്റവും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ വൺസ് രോഗിയാണ്, അവരെന്നും രോഗിയാണ്. ഡയബറ്റീസ് വന്നു, അവരെന്നും മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം അത് രോഗിയാണ്. പിന്നെ വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലൊക്കെ പിന്നെ അവർ എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് കൂടുകയല്ലാതെ പിന്നെ ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. മരുന്ന് കാരണം ഗ്ലൂ തെറാപ്പി, സ്ട്രിപ്പിങ്, സ്ക്ലെറോതെറാപ്പി, ലേസർ എന്ത് ചെയ്താലും രക്തക്കൊഴലുകളെ ഡാമേജ് ആണ്. ഫൈനലി എൻ്റെ റിസൾട്ട് വിൽ ബി യു ആർ ഗെറ്റിംഗ് ഇൻ ടു മോർ പ്രോബ്ലംസ്. അപ്പം അതിലേക്ക് പോകാതെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും എക്സസ് വെയിറ്റ് ഉണ്ടെങ്കിലോ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ഇതിൽ നിന്ന് മാറാമെന്നല്ല, മറ്റു രോഗങ്ങൾ എന്തൊക്കെയുണ്ടോ പ്രശ്നങ്ങൾ അതിൽ നിന്നെല്ലാം മാറാമെന്നുള്ളതാണ്. വൺസ് നമുക്ക് രോഗിയല്ലാതാകാം. മരുന്നുകളെടുത്ത് ഓപ്പറേഷൻ ചെയ്തു പോകുമ്പം നമ്മുടെ രോഗം അങ്ങനെ തന്നെ നിലനിൽക്കും. ഇത് നമ്മൾ തിരിച്ച് രോഗം മാറി നമ്മൾ രോഗിയല്ലാതായിട്ട് ജീവിക്കാൻ, മരുന്നില്ലാതെ വേദനകളും അസ്വസ്ഥതകളും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണല്ലോ നമുക്കെല്ലാവരും. അതാണല്ലോ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഒരു ഹെൽത്ത് സിംറ്റം ഫ്രീ ആയിട്ടിരിക്കുക. അത് പോസിബിൾ ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനൊരു എഫേർട്ട് എടുക്കാനുള്ള ജീവിതശൈലിയിൽ നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഒരു കൺട്രോൾ വരുത്താനും എക്സസൈസ് ചെയ്യാനും വില്ലിങ് ആയിരിക്കണം. ഈ മരുന്നുകളുടെ കാര്യത്തിൽ പറയുന്നത് പല മരുന്നുകളും ഈ വെരിക്കോസ് വെയിനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു വഴിയായി മാറുന്നുണ്ട് എന്നുള്ള അതെങ്ങനെയാണ്? മരുന്നുകൾ അവർ രോഗമുള്ളവർക്കാണല്ലോ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ ഡയബറ്റീസിന് കഴിക്കുന്നുണ്ടാവും, പ്രഷറിന് കഴിക്കുന്നുണ്ടാവും, യൂറിക് ആസിഡിന് കഴിക്കുന്നുണ്ടാവും, കൊളസ്ട്രോളിന് കഴിക്കുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം മരുന്നുകളെല്ലാം വിഷമാണല്ലോ. ബേസിക്കലി മരുന്ന് നമുക്ക് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ന്യൂട്രിഷനാണ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു സാധനവും ആവശ്യമില്ല. ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും എല്ലാം ആവശ്യമില്ലാത്തവരാ. ഈവൻ നമുക്കതാണല്ലോ ഒരു ഡോസ് കൂടിപ്പോരുതെന്ന് പറയുന്നത്. പല വിഷങ്ങളെയാണ് നമ്മൾ മരുന്നാക്കി മാറ്റുന്നത്. ഇപ്പോൾ പണ്ട് ചില രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ ഈ വെരിക്കോസ് വെയിനും അതിൻ്റെ കൂടെ ത്രോംബോഫ്ലെബൈറ്റിസോ അല്ലെ ത്രോംബോസിസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. അത് രക്തം കട്ട പിടിച്ച് ഈ പൾമണറി എംബോളിസത്തിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് കൊടുക്കുന്ന മരുന്ന് വാർഫാരിൻ എന്ന് പറയുന്ന ഒരു മരുന്നൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി എലിവിഷമായിട്ട് ഡെവലപ്പ് ചെയ്ത റാറ്റ് പോയിസൺ ആയിരുന്നു. അപ്പോൾ റാറ്റ് പോയിസൺ അത് റാറ്റിന് കൊടുക്കുമ്പോൾ എന്താ, അവരത് കഴിച്ചിട്ട് അവർ ബ്ലീഡ് ചെയ്ത് മരിക്കും. അതായത് അവർക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ വന്ന് അവർ മരിച്ചു പോകും. അപ്പം ആ മരുന്നാണ് രക്തം കട്ട പിടിക്കാതിരിക്കുക. ആ വിഷത്തിനെയാണ് നമ്മൾ മരുന്നാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ വാർഫാറിനൊക്കെ പോലെ ഈ ബ്ലഡ് തിന്നേഴ്സിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആക്സിഡൻറ്റ് വന്ന് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മുറിവിൻ്റെ സാധാരണ നിലയിൽ അത് കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരണപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അതേ സമയത്ത് ഇത് വരുമ്പം ഇത് കഴിച്ചിരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം നമ്മളൊരു ഈവൻ ഈ പ്ലേറ്റ്ലെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്കോസ്പിരിനും ക്ലോപ്പിലെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് പേഷ്യൻസിനൊക്കെ നമ്മളെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ എല്ലാവരും. നമ്മൾ സ്ഥിരം കാണുന്ന പ്രിസ്ക്രിപ്ഷൻസാണ്. അപ്പം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പം സ്ട്രോക്കിലേക്കൊക്കെ പോകും. ഇപ്പം റീസെൻ്റ്ലി നമ്മളൊരു ഫേമസ് പേഴ്സണാലിറ്റി, ഒരു സ്പിരിച്വൽ ലീഡർ ഇന്ത്യയിലെ തന്നെ ഗോട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ ആൻഡ് ഓപ്പറേഷൻ വന്നു എന്നൊക്കെ ഉള്ളത് വലിയ ന്യൂസ് ആയിരുന്നല്ലോ.
അതിലെന്തായിരുന്നു വന്നത്? അത് ആസ്പിരിൻ പോലെ എന്തോ മറ്റേ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടോ എന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇങ്ങനെ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ചെറിയ ബ്ലീഡിങ് ബ്രെയിനിലുണ്ടായി. അത് 1 or 2 വീക്സ് കൊണ്ട് അത് ബ്ലീഡ് ചെയ്ത് അത് ബ്രെയിൻ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അത്ര അവസ്ഥയിലേക്ക് എത്തി. അപ്പം അത്രയും മെന്റൽ പവർ ഉള്ളത് കൊണ്ടാണ് അത്രയും 1-2 ആഴ്ച പിടിച്ചു നിന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ 2 വീക്സ് ആയപ്പോഴേക്കും അതിൻ്റെ കൂടെ പെയിൻ കില്ലേഴ്സും കൂടെ കഴിച്ചു. പെയിൻ കില്ലേഴ്സ് എല്ലാം ഈ ബ്ലഡ് തിന്നേഴ്സിന്റെ ആക്ടിവിറ്റി കൂട്ടും. അപ്പം അത് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഭാഗ്യത്തിന് അത് പുറമെ, അതായത് തലയോടിനകത്ത് മാത്രമായിരുന്നു ആ ബ്ലീഡിങ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രക്തക്കൊഴലുകൾക്കാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം കയറി വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പം ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ജസ്റ്റ് തലയോട്ടിക്ക് അടിയിലാണ്. അപ്പൊ നമുക്കൊരു ഹോൾ ഇട്ട് ഒരു ബർഹോൾ ചെയ്ത് അതിൻ്റെ ആ ക്ലോട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ ഈ ബ്ലീഡിങ് തന്നെ ബ്രെയിനുള്ളിൽ വരാം. അപ്പോൾ അതുപോലെ സബ് അരക്കനോഡ് ഹെമറേജ്, ഇന്റേണൽ ഹെമറേജ് ഒക്കെ ആയിട്ട് വരാം. അവിടെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മെഡിക്കൽ സൈഡിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം അതും കൂടെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓരോ മരുന്നുകളും കഴിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ട ഇതാണ്, ഇതിനെല്ലാം സൈഡ് ഇഫക്റ്റ് വരാമെന്ന്. പ്രത്യേകിച്ച് ഈ ആസ്പിരിനും അങ്ങനത്തെ പോലെയുള്ളത് കഴിക്കുമ്പം അതിന് പ്രഷറും കൂടെ ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഇങ്ങനത്തെ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഈ നീര് വരുന്ന പോലെ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ നീര് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തം അവിടെ കെട്ടി നിൽക്കുവാണല്ലോ, അപ്പം നാച്ചുറലി നീര് വരും. രണ്ടാമത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിൻസും ഈ നമ്മളുടെ ഈ ആർട്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ തിരിച്ചു മറ്റേ വെയിനിലേക്ക് കയറിയിട്ടാണല്ലോ മുകളിലേക്ക് പോകുന്നത്. അതിൽ കുറച്ച് ഭാഗം നമുക്ക് വെയിനകത്തോട്ട് തിരിച്ചു കയറിയല്ല, അതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യേകിച്ചും നമ്മൾ ഈ വെരിക്കോസ് വെയിനും ഓപ്പറേഷനേക്കാളും കൂടുതൽ ഈ സ്ലീറോതെറാപ്പിയും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളപ്പം ഈ വെയിനിന് തൊട്ടടുത്താണ് ഈ ലിംഫാറ്റിക്സ് കിടക്കുന്നത്. അപ്പൊ ഈ ലിംഫാറ്റിക്സിനും കൂടെ ഡാമേജ് വരും ഈ സ്ലീറോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. അപ്പം ആ ലിംഫാറ്റിക്സിനും കൂടെ ഡാമേജ് വരുമ്പോൾ നീര് കെട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഈ സ്റ്റാഗ്നേഷൻ കൊണ്ട് നീര് വരും, അതുപോലെ വെയിനും ഡാമേജ് വന്നിരിക്കും. പിന്നെ ഇതിനെല്ലാം ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനം തന്നെയാണല്ലോ വിശ്വസിക്കുന്നത്. ബേസിക്കലി നമ്മളിപ്പോൾ വീട് വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് സിമെന്റും മണലും ഒക്കെയാണ്. അപ്പൊ സിമെന്റ് ശരിയല്ലാത്ത സിമെന്റ് ആണെങ്കിൽ അതിന്റെ വീടിന്റെ ലൈഫ് സ്പാൻ കുറവായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. രക്തക്കൊഴലുകൾക്ക് വേണ്ടത് നമ്മൾ പെട്ടെന്ന് കാണും, അതേസമയത്ത് ഈ ലിംഫാറ്റിക്സിന്റെ ഒന്നും ഇതിന് വരുന്ന ഡാമേജ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് വൈറ്റ് ആണ്. അതിന് നമ്മൾ തുറന്നാലും ഒന്നും അത് വളരെ കുറച്ചും കൂടെ നേരിയതാണ്, അതിനൊരു നിറമില്ല, വൈറ്റ് എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് കളറില്ലാത്ത ഇതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളൊന്നും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡാമേജുകൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ആർട്ടറിക്ക് വരും, ആർട്ടറി തിക്കാകും, ഇത് വികസിക്കും. ശുദ്ധരക്തം കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ സ്റ്റിഫായി പോവുകയാണ്, ഇതാണ് വികസിച്ച് വരികയാണ്. പിന്നെ മറ്റേതിലാണ് അതും വികസിച്ച് വരുന്നു, അതിനകത്തും ഫ്ലോ ഇല്ലാതെ വരുന്നു, അത് കാരണം നീര് വരുന്നു. ഈ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് എന്താ? സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പം നമ്മളൊരു ആർട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അയോട്ടയുണ്ട്, പിന്നെ ആർട്ടറി ഉണ്ട്, പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആർട്ടറിയോൾസ് എന്ന് പറയും, അങ്ങനെ പിന്നെ കാപ്പിലറീസ്, അങ്ങനെ അതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ചെറിയ ഫോം ഓഫ് ഇതാണ് നമ്മൾ ആർട്ടറിയോൾസും ഉണ്ട്, വെന്യൂൾസും ഉണ്ട്. അപ്പം അതിലാണ് നമുക്ക് കാലയിലൊക്കെ നല്ല നിറമുള്ളവർക്കാണ്, ഫെയർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ സ്പൈഡർ വെയിൻസ് പറയുമ്പം ഇങ്ങനെ പിങ്ക് ആയിട്ടുള്ളതും ഉണ്ടാവും, അതുപോലെ നീലച്ചതും ഉണ്ടാവും. അതാ ജസ്റ്റ് അവരുടെ ആ മിക്സിങ് നമുക്ക് അവരുടെ കാലിൽ നിന്ന് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവരിൽ ഈ പിങ്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആർട്ടറിയോൾസ് ആണ്. അതിനും ഡാമേജ് വരുന്നുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെയുള്ള കേസുകളിൽ കാണാൻ പറ്റും. ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് അത്ര എവിഡൻ്റ് ആയി കിട്ടുകയില്ല, പക്ഷെ മറ്റവർക്ക് നമുക്ക് കാണാം. ആർട്ടറിയോൾസിനും വരും, വെന്യൂൾസിനും ഡാമേജ് വന്ന് അതിങ്ങനെ വീർത്തു വരുന്നതിനാണ് ഈ മറ്റേ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ വരുന്ന
കേസുകളിൽ മിക്കവാറും ഈ കാലിൽ ഇങ്ങനെ പൊട്ടൽ പോലെ തുടങ്ങിയിട്ട് പിന്നെ അത് ഒരു ഇൻഫെക്ഷനായി മാറുന്ന പോലെ കാണാറുണ്ട്. അപ്പം അത് ശരിക്കും ഈ എങ്ങനെയാണ് അത് അതിലേക്ക് മാറുന്നത്? ഈ പൊട്ടുന്നതും ഇൻഫ്ലമേഷനായിട്ട് പിന്നെ മാറുന്നത്? അത് ഒന്ന് സ്കിന്നിന് മാത്രമല്ലല്ലോ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എല്ലാം ഡാമേജ്ഡ് ആവുകയാണ്. അതായത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നു, അതുപോലെ അതിൻ്റെ കൂടെ രക്തക്കൊഴലുകളെ ചുറ്റിയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഉണ്ട്, അതിന് ഡാമേജ് വരുന്നു, പിന്നെ സ്കിന്നിന് ഡാമേജ് വരുന്നു, പിന്നെ നമ്മളത് ചെറിഞ്ഞ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയാസ് ഉള്ളിലേക്ക് വരും. അപ്പം അവിടെ ഈ മിക്കവാറും ഇത്തരം പേഷ്യൻസിനൊക്കെ ഒന്ന് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലല്ലോ, അപ്പം വേണ്ട ഈ ഇമ്മ്യൂൺ സെൽസ് ഒന്നും അങ്ങോട്ട് വരാനില്ല. അവർക്ക് പോക്കും വരവും എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ടോക്സിൻസ് എല്ലാം അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം കൂടെയാണ് നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലുണ്ടാക്കി അൾസറിലേക്ക് പോകുന്നത്. പിന്നെ അത് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് രക്തയോട്ടം വേണ്ടേ? ഇപ്പം രക്തയോട്ടത്തിനല്ലേ ഡാമേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ അത് കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഇത്തരം രോഗികളിൽ 90% തന്നെ മിക്കവാറും ഡയബറ്റിക് ആയിരിക്കും. അപ്പോൾ അവരുടെ ഗ്ലൂക്കോസ് ഒരു കൺട്രോളും ഉണ്ടാവില്ല, ഗ്ലൂക്കോസ് കൺട്രോൾ വരികയില്ല. അപ്പോൾ അവിടെ വീണ്ടും ഇതാകും. അതിൻ്റെ കൂടെ ഈ ആർട്ടറീസിന് ഡാമേജ് ഉണ്ടാകും, അതുകൊണ്ടാണല്ലോ അവർക്ക് പ്രഷർ ഉണ്ടാവും, പിന്നെ ന്യൂറോപ്പതി വന്നിട്ടുണ്ടാവും ഓൾറെഡി. ഇപ്പം ഇതെല്ലാം വെരിക്കോസ് വെയിൻ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോളും ഡിസ്ലൈപ്പിഡീമിയ ആണെങ്കിലും ഇതെല്ലാം രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്തും എല്ലാം നെർവ്സിനെ ഡാമേജ് ചെയ്യും. രക്തക്കൊഴലുകൾക്ക് എവിടെ ഡാമേജ് വരുന്നു അതിനൊപ്പം അതിൻ്റെ പാരലായിട്ട് നെർവ്സിന് ഡാമേജ് വരും. കാരണം നെർവ്സിന് രക്തം വേണം, ന്യൂട്രീഷൻ വേണം. അപ്പോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്ന എല്ലാ കാര്യങ്ങളും നെർവ്സിന് ഡാമേജ് വരും. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഈ അൾസർ വരുന്നത്, അത് നോൺ ഹീലിംഗ് ആയി മാറുന്നത്. അപ്പം ഈ നോൺ ഹീലിംഗ് അൾസറിന് ഹീൽ ചെയ്തെടുക്കണമെങ്കിൽ ആകെ ഒരു മാർഗ്ഗമുള്ളൂ, അതിൻ്റെ ആ രോഗങ്ങൾ മാറ്റിയെടുക്കണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് മാറണം, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ മാറണം, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ മാറണം. മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ എന്താ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കുക എന്ന് പറയുന്ന പോലെ ചെയ്യുന്നതാണ് നമ്മൾ മരുന്നുകൾ. മരുന്നില്ലാതെ ഈ പ്രശ്നങ്ങൾ മാറിയാലേ നമ്മളുടെ ബോഡിയിലെ ടോക്സിൻസ് കുറഞ്ഞ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹീലിംഗ് പവർ കൊടുത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ വേണം നമ്മളിത് കറക്റ്റ് ചെയ്യിപ്പിക്കാൻ. നമുക്ക് മരുന്നുകൾക്കും ഡോക്ടേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മിണ്ടാതാക്കുകയാണ് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം സംസാരിക്കുന്ന ഭാഷയാണ് നമ്മളുടെ വേദനയും ചുമപ്പും തടിപ്പും. ഇപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം പനി, വേദന, ചുമപ്പ്, തടിപ്പ്, ലോസ് ഓഫ് ഫങ്ഷൻ ഓർ ടയർഡ്നെസ്, ഇതൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഏത് രോഗം വന്നാലും ഈ 5 സിംറ്റംസ് ആയിരിക്കും ഏതെങ്കിലും, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിരിക്കും ഇരുന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെല്ലാം ഈ സിംറ്റംസ് ഇല്ലാതാക്കാനാണ്. അതായത് നമ്മൾ കരയുന്ന കൊച്ചിൻ്റെ വാ അടച്ച് കരയുന്ന ഒരാളുടെ വാ അടച്ച് ശബ്ദിക്കാതെ ആക്കുന്നത് പോലെ ഓർ മിണ്ടിപ്പിക്കാതെ ആക്കുന്നത്, ഇല്ലാന്ന് സൗണ്ട് ക്യാൻസൽ ചെയ്ത് കളയുന്നതിൻ്റെ തുല്യമാണ് നമ്മൾ ഈ കൊടുക്കുന്ന മിക്കവാറും ഉള്ള മരുന്നുകളെല്ലാം തന്നെ. കാരണം വേദന സംഹാരികൾ, അലർജിക്കുള്ള മരുന്നുകൾ, ചൊറിഞ്ഞ് തടിക്കുന്നതിനുള്ള മരുന്നുകൾ, ഇതെല്ലാം ഈ രീതിയിലാണ്. നമ്മൾ സിംറ്റംസിനെ ഇല്ലെന്നാക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കറക്റ്റ്ലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ കറക്ഷനാണ്. അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ പണ്ടൊന്നും നമുക്ക് അങ്ങനത്തെ അവയർനെസ് ഇല്ലായിരുന്നു, അറിവില്ലായിരുന്നു, അതിനുള്ള സപ്പോർട്ട് തരാനുള്ള കാര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ലക്കിലി നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഈവൻ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വരണമെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഈ എല്ലാ കാര്യങ്ങളും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ എൻ്റെ അറിവിൽ വേറെ ഒരിടത്തും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നതായിട്ട് അറിയത്തില്ല. ആൻഡ് നമ്മൾ പ്രൂവ്ഡാണ്, നമ്മളെല്ലാം മെഡിക്കലി ഓർ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ക്ലിനിക്കലി ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻ എ വേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഒരു മെഡിക്കൽ ഡോക്ടർ എന്നുള്ള നിലയിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമും
ഈ പറയുന്ന അതും ആയിട്ട് ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്താ വെച്ചാൽ രണ്ടും ഈ സർക്കുലേഷൻ റിലേറ്റഡ് ആണെന്ന് പറയുന്നു. വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും അതുപോലെ ഈ രക്തക്കൊഴലുകൾക്ക്, അതായത് ആർട്ടറിയിലെ സർക്കുലേഷൻ കുറഞ്ഞു കഴിയുമ്പോഴും വരും. രണ്ടുകൊണ്ടും വരാം. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മിക്കവാറും ഞാൻ ഈ പറഞ്ഞ ആർട്ടറിക്കും ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അവർക്കൊരു അസ്വസ്ഥത വരുന്നത് കൊണ്ട് ഈ സർക്കുലേഷൻ കൂട്ടാനായിട്ടാണ് റെസ്റ്റ്ലെസ് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ചിലരിങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അവരെന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം അവർക്കൊരു ആശ്വാസം കിട്ടുന്നത്. ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ല, കാലിന് കഴപ്പ്, എന്താന്ന് പറയാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക്. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കഴിച്ച ഫുഡും കൂടെ ആയിട്ട് ബന്ധമുണ്ടാവും. അപ്പം ചിലർക്ക് ഇങ്ങനെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ മുട്ട കഴിച്ച ദിവസമായിരിക്കാം, അല്ലെങ്കിൽ പാല് കൂടുതൽ ഉപയോഗിച്ച ദിവസമായിരിക്കാം. അപ്പം ചില ഭക്ഷണം നമുക്ക് ഈ അസ്വസ്ഥത കൂട്ടും. അതും കൂടെ കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കണം. റെസ്റ്റ്ലെസ് സിൻഡ്രോമും ഈ ബേസിക്കലി അത് സർക്കുലേഷനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അങ്ങോട്ടുള്ള എന്തോ രക്തഓട്ടത്തിൽ വരുന്ന പ്രോബ്ലമാണ് ഈ പ്രശ്നം വരുന്നത്. അത് വെയിനിലാകാം, ആർട്ടറിക്കാവാം. അപ്പം ഏതാണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയൊരു പരിഹാര മാർഗ്ഗമുള്ളൂ. എന്താന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ച് ഒഴിവാക്കുക, ബോഡിയെ കറക്റ്റ് ചെയ്യുക, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക. നമ്മളതൊരു സെല്ലുലാർ ലെവലിൽ തന്നെ നമ്മുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യണം. പിന്നെ അത് പിന്നെ വേണ്ട ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കണം. അത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസിക്കലി ഇത്തരം എല്ലാ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്നും മാറാവുന്ന, ഇതിപ്പം നമ്മൾ ഈവൻ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ പിതാവെന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല, ഹിപ്പോക്രാറ്റ്സ് ആണല്ലോ പറയുന്നത്. ഹിപ്പോക്രാറ്റ്സിൻ്റെതായിട്ട് ആ പഴയ കാലത്ത് തന്നെ ഹിപ്പോക്രാറ്റ്സ് കോട്ടിങ്ങിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ, കൂടുതലും കുറവ്, ടു മച്ച് ടു ലിറ്റിൽ, ഒത്തിരി കൂടുതലും വരാൻ പാടില്ല, ഒത്തിരി കുറഞ്ഞും പോകാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള എക്സസൈസ്, ടു മച്ച് എക്സസൈസ് വരാൻ പാടില്ല, തീരെ കുറഞ്ഞും പോകാൻ പാടില്ല. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഉണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്ത് പിന്നെ സേഫ് ഗാർഡ് ചെയ്യാൻ അത് മതിയെന്നാണ്. പക്ഷെ അന്ന് നമുക്ക് എന്താണ് കറക്റ്റ് ന്യൂട്രീഷൻ, എന്തായിരുന്നു ഈ 2000 ഇയേഴ്സ് ബാക്ക് ആണല്ലോ, എന്താണ് കറക്റ്റ് ന്യൂട്രീഷൻ, എന്താണ് കറക്റ്റ് എക്സസൈസ് എന്ന് അറിയാൻ മേല. പക്ഷെ ഇന്ന് മോഡേൺ സയൻസ് നമുക്ക് എന്താണ് കറക്റ്റ് എക്സസൈസ്, എന്താണ് കറക്റ്റ് ന്യൂട്രീഷൻ എന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് മാത്രം പോരാ, നമുക്ക് അന്നൊന്നും ടോക്സിൻസും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ എൻവിറോൺമെന്റൽ ടോക്സിൻസ് അധികം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ ടോക്സിൻസ് ഒഴിവാക്കും കൂടെ ചെയ്യണം. അതാണ് ഹിപ്പോക്രാറ്റ്സ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ടോക്സിൻസ് ഇല്ലാതെ ആക്കാനും കൂടെ, അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്നത് കളയാനും പുറത്തുനിന്ന് കൂടുതൽ ചെല്ലാതിരിക്കാനും കൂടെ നമ്മൾ നോക്കണം. ഈ കാര്യങ്ങൾ, അതാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ്. കറക്റ്റ് ന്യൂട്രീഷൻ, ടോക്സിൻസ് ഒഴിവാക്കി, അതുപോലെ എക്സസൈസ് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഇതിൽ കിട്ടാനും ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. രോഗിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്നിപ്പോൾ എന്നോടൊരു പേഷ്യൻ്റ് ചോദിച്ചു, ഡയബറ്റീസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഉറപ്പ് കൊടുക്കാൻ പറ്റും. ഒരു ഉറപ്പും കൊടുക്കാൻ പറ്റില്ല, കാരണം രോഗിയാണ് ഉറപ്പ് കൊടുക്കേണ്ടത്. അവനവൻ്റെ ബോഡിയെ മാനേജ് ചെയ്യുന്ന മാനേജർ, അവനവൻ്റെ ബോഡിയുടെ മാനേജർ അവനവനാണ്. അയാൾ തീരുമാനിക്കാതെ ഡോക്ടർ തീരുമാനിച്ചുകൊണ്ടൊന്നും ഈ കാര്യം, ഡോക്ടർ തീരുമാനിച്ചാൽ വേണം വെരിക്കോസ് വെയിൻ എടുത്ത് നമ്മുടെ ആ സൂപ്പർഫിഷ്യൽ വെയിൻസ് വെരിക്കോസ് ആയിട്ട് കിടക്കുന്നതിനെ എല്ലാം എടുത്ത് മാറ്റിത്തരാൻ പറ്റും. ഓർ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് സ്ലീറോതെറാപ്പി ചെയ്ത് പറ്റും, അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് അടച്ചു വയ്ക്കാൻ പറ്റും. ഇതൊക്കെ ഡോക്ടർക്ക് ചെയ്യാം. പക്ഷെ നമ്മളുടെ ബോഡി റിപ്പയർ ചെയ്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്ന് അതിന് വേണ്ട സപ്പോർട്ട് തരാൻ പറ്റും. അവനും വേണം. മാനേജർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ടറി ഡാമേജ്ഡ് ആകും. അവർക്ക് തെറ്റായിട്ടുള്ള കെമിക്കൽസ്, ഇപ്പം നമുക്കറിയാം, ഈവൻ നമ്മളെ ഫാക്ടറിയിൽ നിന്ന് വേണ്ട നമ്മളൊരു കാറിൻ്റെ എഞ്ചിനകത്ത് തെറ്റായിട്ടുള്ള പെട്രോൾ എഞ്ചിനകത്ത് ഡീസൽ ഇടുവോ, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനകത്ത് പെട്രോൾ ഇടുവോ, ഓർ ക്വാളിറ്റി ഇല്ലാത്ത പെട്രോൾ ഒഴിക്കുകയോ ഫ്യൂവൽ ഒഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് വരും. അതുപോലെ അത് ഉപയോഗിക്കുന്ന രീതി, ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബേൺ ഔട്ടായിട്ട് പോവും, വണ്ടി ഡാമേജ് ആകും. അപ്പം അത് തന്നെ നമ്മളുടെ ബോഡി ഒരു മെഷീനാണ്, ബേസിക്കലി ഒരു കെമിക്കൽ ഫാക്ടറിയാണ്.
ആ കെമിക്കൽ ഫാക്ടറിക്ക് വേണ്ടത് കറക്റ്റായിട്ട് കൊടുക്കണം. അതിനെ മാനേജ് ചെയ്യുന്നത് മാനേജറാണ് ഈ അവനവൻ തന്നെ. അപ്പൊ അയാൾക്ക് മാത്രമേ അതിനെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നമുക്കതിന് സപ്പോർട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് പറ്റുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് എൻഡ് സ്റ്റേജ് എത്തിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും. പക്ഷെ രോഗി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പൊ ചിലരുടേത് മോർ ടഫർ ആണെങ്കിൽ അവർ മോർ സ്ട്രിക്റ്റർ ആയിട്ട് നോക്കേണ്ടി വരും. ചിലർക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആകാൻ പറ്റും. അത് ഓരോരുത്തരുടെ, ഇപ്പം ഓവർ വെയ്റ്റും വെരിക്കോസ് വെയിനും കൂടെ ഉള്ളവരുടെ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവരുടെ ഓവർ വെയ്റ്റ് കുറയുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു മേജർ ഒരു ഫാക്ടർ അവിടെ കിടപ്പുണ്ട്. അതേസമയത്ത് അണ്ടർ വെയ്റ്റഡ് ഇതായിട്ടുള്ളവരാണെങ്കിൽ മോർ കെയർഫുൾ ആവേണ്ടി വരും. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസും കൂടെ ഉള്ളവർ ഫുഡ് കൺട്രോളൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നോക്കേണ്ടി വരും. പക്ഷെ എല്ലാവർക്കും റിസൾട്ട് കിട്ടും. പക്ഷേ ഓവർ വെയ്റ്റ് ഒരു എവിഡൻറ്റ് ഫാക്ടർ ഉള്ള, എപ്പോഴും നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഓവർ വെയ്റ്റും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത്, പ്രൊവൈഡഡ് പേഷ്യൻ്റ് വെയിറ്റ് കുറയ്ക്കാനും കൂടെ വില്ലിങ് ആയ റിസൾട്ട് കിട്ടുന്നത് മോർ ഫാസ്റ്റർ ആയിരിക്കും. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.